ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എഗ് ജമാദാക്ഷിയാണ്. ഭൂട്ടാൻ്റെ ഒരു നാഷണൽ ഫുഡാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്, എന്നാൽ വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ബട്ടറാണ്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർക്കുകയാണ്. ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഇങ്ങനെ മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. അതായത് നല്ലതുപോലെ കുറച്ച് വയ്ക്കുന്നത് നല്ലത്. ഇച്ചിരി ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബട്ടർ. അപ്പോൾ അത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു സമയം ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 5 വെളുത്തുള്ളി അല്ലി കേട്ടോ. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ 5 ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി ചേർക്കാം. നമ്മുടെ ഈ വെളുത്തുള്ളി അല്ലിയൊക്കെ ചേർത്ത് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 2 പച്ചമുളക്. അതായത് ഈ ഒരു റെസിപ്പിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി എരിവും ഒരു ഇച്ചിരി ക്രീമി ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 2 പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. എന്നിട്ട് ആ പച്ചമുളകിൻ്റെ ആ ഒരു സീഡ്സൊക്കെ ഉണ്ടല്ലോ, ആ സീഡൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പകുതി സവാള, അതായത് മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് ഈ ഒരു രീതിക്ക് ഈ ഒരു കനത്തിന് കേട്ടോ, ഇതുപോലെ ഈ ഒരു കനത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. പക്ഷേ ഇങ്ങനെ സവാള ചേർത്തും സവാള ചേർക്കാതെ ഞാൻ തയ്യാറാക്കി നോക്കി. അതിലെനിക്ക് സവാള ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ പേരാണ് എനിക്കിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സവാളയും പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും ലൈറ്റായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റി അതിങ്ങനെ കുഴഞ്ഞു പോകണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് വഴറ്റി കിട്ടിയാൽ മതിയാവും. ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. അപ്പോൾ ഈ വെള്ളം ചേർക്കാം ഇതിലേക്ക്. നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങട്ടെ. വളരെ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ ഒരു 3 ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതുള്ളതിൻ്റെ പേരിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അതല്ല നമ്മുടെ കയ്യിൽ ഏത് ചീസ് ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചീസ് സ്ലൈസ് 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ല രീതിക്ക് മെൽറ്റായി വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സോസ് പോലുള്ള ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആ ഒരു സോസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 3 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 4 5 മുട്ട വരെ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ 3 മുട്ടയും നന്നായിട്ട് ഇതിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം. അതായത് ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി മറു സൈഡ് ഒരു അല്പം മാത്രമേ ഉള്ളൂ. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം സോസും ചൂടാണ്, നമ്മുടെ മുട്ടയും ചൂടാണ്. ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് തുടങ്ങുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ് ജമാദാക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വളരെ നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ കുട്ടികൾ കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ 1-2 കാര്യം ശ്രദ്ധിച്ചേക്കണം. അതായത് ആ ഒരു എരിവ് കുറച്ചൊന്ന് കുറച്ചേക്കണം. ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വലിയവർക്കൊക്കെ ഇഷ്ടമാവും. കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി സ്പൈസി ആയതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരല്പം മാത്രം പച്ചമുളകും ഒരല്പം മാത്രം കുരുമുളക് കൂടിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചോറ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് എടുക്കാം. ചപ്പാത്തിയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. കാരണം ഇത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.